എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം ഓൾറെഡി വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ SSLC സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും അന്വേഷിക്കുന്ന ഒരു കാര്യം. SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ജൂൺ മാസത്തോടെയാണ് ലഭിക്കുക. SSLC റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയുടെ റിസൾട്ട് വന്ന ശേഷമാണ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ ലഭ്യമായി തുടങ്ങുക. അത് നിങ്ങൾക്ക് ജൂൺ മാസം ഏകദേശം ആദ്യ ആഴ്ചയോടെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ SSLC സർട്ടിഫിക്കറ്റ് വരുന്നതാണ്. നിങ്ങൾക്ക് സ്കൂളിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങളോട് ആ ഒരു സർട്ടിഫിക്കറ്റ് വന്ന കാര്യം ആ ഒരു സമയത്ത് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ നൽകാവുന്നതാണ്. റീവാലുവേഷനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 400 രൂപയാണ് ഒരു വിഷയത്തിനുള്ള ഫീസ്. അതായത് റീവാലുവേഷൻ IT-ക്ക് റീവാലുവേഷൻ ഇല്ല, ബാക്കി വിഷയങ്ങൾ മാത്രമാണ് റീവാലുവേഷൻ ചെയ്യാൻ പറ്റുക. 400 രൂപയാണ് റീവാലുവേഷനുള്ള ഫീസ്. സ്ക്രൂട്ടിനിക്കുള്ള ഫീസ്, അതായത് സൂക്ഷ്മ പരിശോധനക്കുള്ള ഫീസ് 500 രൂപയും ഫോട്ടോ കോപ്പിക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 200 രൂപയുമാണ് ഫീസ് വരിക. ഈ റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം നോക്കാം. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആൻസർ പേപ്പർ വീണ്ടും പുതിയതായിട്ട് 2 ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും. അതായത് മുൻപ് ചെക്ക് ചെയ്ത ടീച്ചറല്ല, വേറെ 2 ടീച്ചേഴ്സ് നിങ്ങളുടെ ആ ഒരു പേപ്പർ വീണ്ടും വാലുവേഷൻ ചെയ്യും. അപ്പോൾ വാലുവേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രേഡ് കൂടുകയാണെങ്കിൽ, അതായത് റീവാലുവേഷന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഗ്രേഡ് ഒരു A ഗ്രേഡ് ആണെന്ന് കരുതുക. റീവാലുവേഷന് ശേഷം നിങ്ങൾക്കത് A+ ആവുകയാണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള 400 രൂപ ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഗ്രേഡ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണോ റീവാലുവേഷൻ നൽകിയത് അതിന് ഗ്രേഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടും. അതേസമയം നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡ് B+ ആയിട്ട് കുറയുന്നു, അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡ് ഏതാണോ ആ ഒരു ഗ്രേഡ് കുറയുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ഒരു പൈസ തിരിച്ച് കിട്ടില്ല. അതേസമയം നിങ്ങളുടെ ആ ഒരു ഗ്രേഡ് ഏതാണോ, ആദ്യം ഇപ്പോൾ ഏത് ഗ്രേഡാണോ നിലവിൽ ഉള്ളത് ആ ഒരു ഗ്രേഡ് ആയിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ A ഗ്രേഡ് ഉള്ള വിദ്യാർത്ഥിയുടെ ഗ്രേഡ് റീവാലുവേഷൻ ശേഷം B+ ആവുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ഗ്രേഡ് എന്ന് പറയുന്നത് A ഗ്രേഡ് ആയിരിക്കും. അതുപോലെ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് A ഗ്രേഡാണ്, റീവാലുവേഷൻ ശേഷം A+ ആണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ഗ്രേഡ് A+ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ലഭിച്ചതിൽ ഏറ്റവും മികച്ച ഗ്രേഡ് ഏതാണോ ആ ഒരു ഗ്രേഡ് ആയിരിക്കും നിങ്ങളുടേത്. അതായത് A ഉള്ളത് A+ ആവും, എന്നാൽ A ഉള്ളത് B+ ആയി കുറയില്ല. അതായത് നിലവിൽ ഏതാണോ ആ ഒരു ഗ്രേഡായിട്ട് അവിടെ തുടരുന്നതാണ്. മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകിയ പൈസ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണോ റീവാലുവേഷൻ നൽകിയാൽ മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുള്ളത് ആ ഒരു വിഷയങ്ങൾ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി സ്ക്രൂട്ടിനി എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ടീച്ചേഴ്സ് പേപ്പർ വാലുവേഷൻ ചെയ്തപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും നിശ്ചിത മാർക്കായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ വീണ്ടും ഒരു ടീച്ചർ നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ ചെയ്യും. അതായത് എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരാൻ വിട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ വാലുവേഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് അതെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കിയിട്ട് വരുന്ന റിസൾട്ടാണ് ഈ ഒരു സ്ക്രൂട്ടിനി, അതായത് സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ ആൻസറിൻ്റെ ആ ഒരു ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നതിനായിട്ടാണ് ഈ ഒരു ഫോട്ടോ കോപ്പി എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. 200 രൂപയാണ് ഫീസ്. ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിച്ചത് കൊണ്ട് നിങ്ങളുടെ മാർക്ക് കൂടിയില്ല, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു SSLC അതായത് ആ ഒരു ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും ടീച്ചർ വാലുവേഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കൂട്ടിയ മാർക്ക് തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ വഴി അതിന് ആയിട്ട് അപേക്ഷ സമർപ്പിക്കുകയും നിങ്ങൾക്ക് പിന്നീട് അത് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കേണ്ടതില്ല. കാരണം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ പേപ്പർ ഫുള്ളായിട്ട് വാലുവേഷൻ ചെയ്യും. പിന്നെ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ എവിടെയെങ്കിലും മാർക്കിട്ട് കൂട്ടാൻ ഉള്ളത് കുറച്ച് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കൂട്ടാനുള്ളത് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്ക്രൂട്ടിനി. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കേണ്ടതില്ല. അതുപോലെ ഫോട്ടോ കോപ്പിക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാം. ഫോട്ടോ കോപ്പിക്ക് മാർക്ക് കൂടുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു മാർക്ക് എവിടെയൊക്കെ നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമാണ്. ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ റീവാലുവേഷന് കൂടി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഫോട്ടോ കോപ്പി എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മാർക്കൊന്നും കൂടിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്കുള്ള അപേക്ഷയും നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് നൽകേണ്ടത്.
SSLC പരാജയപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാവുന്നതാണ്. ഫോമും അതുപോലെ അപേക്ഷാ ഫീസും സ്കൂളിലാണ് നൽകേണ്ടത്. ഏകദേശം 175 രൂപയാണെന്നാണ് തോന്നുന്നത്. ഫീസ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കൂളിൽ കോൺടാക്റ്റ് ചെയ്ത് ആ ഒരു ഫീസ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ വർഷത്തെ SSLC സേ പരീക്ഷ നടക്കുന്നത് ഈ ഒരു മെയ് 28-ാം തീയതി മുതൽ ജൂൺ 6-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ +1 അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്നത് ഈ ഒരു മെയ് 16-ാം തീയതി മുതലാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു പരീക്ഷയിൽ മികച്ച മാർക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു SSLC റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും, അതായത് ജൂൺ മാസത്തോടെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ TCയും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരുന്നതാണ്. അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരുന്നതായിരിക്കും. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ മൈഗ്രേഷൻ അല്ലെങ്കിൽ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഏതായാലും SSLC റിസൾട്ട് വന്നു. ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ആലോചിക്കുക. പോളിടെക്നിക് ഉണ്ട്, ITI ഉണ്ട്, അതുപോലെ ഹയർ സെക്കൻഡറി ഉണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ആഗ്രഹിക്കുന്നത്, അത് ഏത് കോഴ്സാണെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് കോഴ്സ് ഏതാണ് പഠിക്കാൻ താല്പര്യം, അതിനനുസരിച്ച് കോഴ്സ് ഏത് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിലെ പേരും നിങ്ങളുടെ SSLC റിസൾട്ടിൽ വന്ന ആ ഒരു പേരും അത് ഇനീഷ്യലും എല്ലാം കറക്റ്റാണെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ അടുത്ത വർഷം മുതൽ SSLC പരീക്ഷയിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കുന്നതായിട്ട് സൂചന വന്നിട്ടുണ്ട്. അതായത് അടുത്ത വർഷം മുതൽ ഈ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് മിനിമം മാർക്ക് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു 4 മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്കോ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു പരീക്ഷ ജയിക്കുമായിരുന്നു. എന്നാൽ അടുത്ത വർഷം മുതൽ ഈ ഒരു 40 മാർക്കിൻ്റെ വിഷയത്തിൽ ജയിക്കാൻ 12 മാർക്കും 80 മാർക്കിൻ്റെ വിഷയത്തിൽ ജയിക്കാനായിട്ട് 24 മാർക്കും എന്ന രീതിയിൽ മിനിമം അതായത് പേപ്പർ മിനിമം എന്നുള്ള രീതിയിൽ ആ ഒരു പേപ്പർ മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതിലായിട്ട് ഇപ്പോൾ യോഗം നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും +1 അലോട്ട്മെൻറ്റിൽ മികച്ച സ്കൂൾ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.